ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ള ബ്രൗഷറാണ്. അപ്പോൾ അതിന് മുന്നേ ചെറിയൊരു കാര്യം, അതായത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഫ്ലെയർ ക്രിയേറ്റ് ചെയ്തു. ഈ ഫ്ലെയറിൻ്റെ ഫസ്റ്റത്തെ അത് നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇത് എന്താണെന്ന് മനസ്സിലായിട്ടില്ലേ? അതായത് ഇവിടെയുള്ള ഈ ഒരു പാനൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ഫ്ലെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അതായത് ഒരു 2040 ഒരു ബിസിനസ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. അപ്പോൾ ആ നടക്കുന്ന ആള് അവിടെയുള്ള അത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഫ്ലെയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു ക്യാച്ചീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ നമ്മൾ ഇവിടെ കൊടുത്തു, ഇവിടെ ബ്രാൻഡ് ലോഗോ, പിന്നെ ആ ഇവന്റ് നടക്കുന്ന ഡേറ്റ്, നടക്കുന്ന ലൊക്കേഷൻ, സമയം നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അതിന്റെ താഴെ കൊടുക്കുന്നത് എന്താണ് ആ ഇവന്റിൽ ഉള്ളത്. ഓക്കെ, ഇതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്. ഈ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, മീറ്റിംഗ് പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ, എന്താണ് ആ മീറ്റിംഗിൽ ഉള്ള കാര്യങ്ങൾ, കണ്ടന്റ് എന്താണെന്ന് ബ്രീഫായിട്ട് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കഷൻ ആൻഡ് ഇൻസൈറ്റ്. ഓക്കെ, നമ്മളെ ബിസിനസ്സിനെ പറ്റിയുള്ള ഡിസ്കഷൻസും ഇൻസൈറ്റും ആണ് ഒന്നാമത്തെ കണ്ടന്റ് അവിടെ നടക്കുന്നത്. പിന്നെ ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ കണ്ടന്റും അവിടെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള കണ്ടന്റ്, ആ മീറ്റിംഗിൽ പറയുന്ന കണ്ടന്റ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെ ചെറിയ ബ്രീഫായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ആരാണ് ഈ കണ്ടന്റ് എടുക്കുന്നത്, ആരാണ് അവിടെ മീറ്റിംഗ് ആരാണ് ആ ക്ലാസ് എടുക്കുന്നത്. കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഒരു ക്ലാസ് പോലെ, ആരാണ് അപ്പോൾ ആ ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സ്പീക്കേഴ്സ് എന്ന് പറയാം, ടീച്ചേഴ്സ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാന്നല്ല, എന്ത് വേണമെങ്കിലും വരാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സ്പീക്കേഴ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, ആരാണ് ആ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ ക്ലാസ് എടുക്കുന്നവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ വെബ്സൈറ്റും കാര്യങ്ങളും. അതുകൊണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത് മനസ്സിലായില്ലേ? അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളതാണ് ബ്രൗഷറിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് അത് ഉണ്ടാക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം വെറൈറ്റി ഫോർമാറ്റിലുള്ള ബ്രൗഷർ, സൈസിലുള്ള ബ്രൗഷറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ് ദ ബ്രൗഷർ, നമുക്ക് എന്ത് ചെയ്യണം? പർപ്പസ് ഓഫ് എ ബ്രൗഷർ, ബ്രൗഷറിന്റെ പർപ്പസ് എന്താണെന്ന് നമുക്ക് അറിയണം. ഒരുപാട് രീതിയിൽ ഒരുപാട് ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ബ്രൗഷർ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ പ്രൊമോഷണൽ ബ്രൗഷർ, പ്രൊമോട്ട് എ പ്രൊഡക്റ്റ് ഓർ സർവീസ്. പ്രൊമോഷണൽ ബ്രൗഷർ എന്ന് പറഞ്ഞാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ന്യൂ പ്രൊഡക്റ്റ് ലോഞ്ച് ഓർ സ്പെഷ്യൽ ഓഫർ. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഞാനൊരു ഹോം അപ്ലയൻസ് വിൽക്കുന്ന ഒരു ഷോപ്പിൻ്റെ ഓണറാണ്. അപ്പം എൻ്റെ ഷോപ്പിൽ എന്ത് വന്നിട്ടുണ്ട്? സാംസങ് അവരുടെ പുതിയൊരു ഫ്രിഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്? റെഫ്രിജറേറ്റർ, സിമ്പിളായിട്ട് ഫ്രിഡ്ജ്. സാംസങ് അവരുടെ ഒരു പുതിയ ഫ്രിഡ്ജ് എന്ത് ചെയ്തിട്ടുണ്ട്? ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുന്നുള്ള സംഭവം ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? ഈ സാംസങ് ലോഞ്ച് ചെയ്ത, അല്ലെങ്കിൽ സാംസങ് ഇറക്കിയ ഈ ഫ്രിഡ്ജ് 4 ആളിലേക്ക് അറിയിക്കണം. നമ്മളടുത്ത് എത്തിയിട്ടില്ല ഫ്രിഡ്ജ്, എന്നാൽ നമ്മളെ കയ്യിൽ എത്തും. അത് 4 ആളെ എനിക്ക് അറിയിക്കണം. ഓക്കെ, അതെനിക്ക് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എനിക്ക് എന്തുണ്ടാക്കാം? ഒരു ബ്രൗഷർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനെയാണ് പ്രൊമോഷണൽ ബ്രൗഷർ. ഞാൻ ആ ഒരു സ്പെസിഫിക് പ്രൊഡക്റ്റിനെ, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് പുതിയതായിട്ട് വരികയാണല്ലോ, അപ്പോൾ അതിന് കുറച്ച് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എന്തിനാണ് ഓഫർ കൊടുക്കുന്നത്? ആളുകൾ വാങ്ങിക്കാൻ. അപ്പോൾ ആ ഒരു ഓഫർ, ആ ഒരു പ്രൊഡക്റ്റ്, അതിൻ്റെ ഫീച്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ എനിക്ക് വേറെ വഴികളുണ്ട്. എനിക്ക് പോസ്റ്റർ അടിക്കാം, ഓക്കെ, ഫ്ലെയർ വെക്കാം, അങ്ങനെയൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഒരു പോസ്റ്ററിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് മൊത്തം ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഒരു ഫ്ലെയറിൽ നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് മുഴുവൻ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഇത് മൂന്നും ചെയ്യും. ഒരു പ്രൊഡക്റ്റ് ഒക്കെ ലോഞ്ച് ആകുമ്പോൾ എല്ലാ ഫീൽഡിലുള്ള കാര്യങ്ങളും ചെയ്യും. ഇപ്പോൾ ഒരു പോസ്റ്റർ അടിക്കും, അത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പോസ്റ്ററിന് ഒരാൾ ഫ്ലെയറിലേക്ക് എത്തും, അത് കുറച്ചും കൂടെ തോന്നെ കാര്യങ്ങളുണ്ടാവും. എന്നിട്ട് അതിന്ന് അയാൾ ഇമ്പ്രസ് ആയിട്ടാണ് പിന്നീട് ബ്രൗഷറിലേക്ക് എത്തുക. ബ്രൗഷറിൽ അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. അതിൽ അയാൾ ഇമ്പ്രസ് ആയിട്ട് എന്താവും? അതൊരു സെയിൽസിലേക്ക് എത്തും. ഓക്കെ, ഞാനൊരു ഓവറോൾ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതിനെയാണ് പ്രൊമോഷണൽ ബ്രൗഷർ എന്ന് പറയുന്നത്. ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ ഓഫറിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പിന്നെ അടുത്താണ് ഇൻഫർമേറ്റീവ് ബ്രൗഷർ എന്ന് പറയുന്നത്. പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് കമ്പനി ഇവന്റ്, കമ്പനി പ്രൊഫൈൽ, ആനുവൽ റിപ്പോർട്ട്, സെമിനാർ ഡീറ്റെയിൽസ്. അതായത് ഇൻഫർമേറ്റീവ് ബ്രൗഷറിന് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളൊരു ക്ലിനിക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ ക്ലിനിക്കിൽ എന്തുണ്ടാവും? ആ ക്ലിനിക്കിൻ്റെ പറ്റിയുള്ള ഒരു ബ്രൗഷർ ഉണ്ടാവും. ഞാൻ 2-3 ക്ലിനിക്കിൽ കണ്ടിട്ടുണ്ട്, ഒട്ടുമിക്ക എല്ലാ ക്ലിനിക്കിലും ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ സോഷ്യൽ മീഡിയ, ഈ സ്മാർട്ട് ഫോൺ അത്ര പോപ്പുലർ ആവുന്നതിന് മുന്നേ നമ്മളൊരു ക്ലിനിക്കിൽ പോയാൽ അവിടെ എന്തുണ്ടാവും? വെയിറ്റിംഗ് ഏരിയയിൽ ആ ടേബിളും ഉണ്ടാവും കുറേ ബ്രൗഷറും കാര്യങ്ങളൊക്കെ. അതിൽ ക്ലിനിക്കിൻ്റെ ബ്രൗഷറും ഉണ്ടാവും. അതിലെന്താണ് ഉണ്ടാവുക? ഇപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ സംഭവം ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലിനിക്കിൻ്റെ ബ്രൗഷറിൽ എന്താണ് ഉണ്ടാവുക?
അവരുടെ സർവീസ്, അവരെന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ആരാണ് അവർ, അവരുടെ ഫാക്കൽറ്റീസ്, അവിടെയുള്ള ഡോക്ടേഴ്സ് ആരൊക്കെയാണ്, അവരെന്തൊക്കെ ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടുത്തെ ഓഫേഴ്സും കാര്യങ്ങളും അതിലുണ്ടാവില്ല, അതിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. ഓക്കെ, കമ്പനീനെ പറ്റിയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും. അതാണ് ഇൻഫോർമേറ്റീവ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് സെയിൽ ബ്രൗഷർ. ഈ സെയിൽ ബ്രൗഷറും പ്രൊമോഷണൽ ബ്രൗഷറും രണ്ടാണ്. പ്രൊമോഷണൽ ബ്രൗഷർ എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും, അതായത് ഇപ്പൊ ഞാനൊരു ഫ്രിഡ്ജ് ഇറക്കി എന്ന് പറഞ്ഞു, അത് ആ ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വരുന്നവർക്ക് മാത്രമല്ലാതെ ആർക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊമോഷണൽ ബ്രൗഷർ നമുക്ക് യൂസ് ചെയ്യണം. കാരണം നമ്മളത് പ്രൊമോട്ട് ചെയ്യണം, എല്ലാവരെയും അറിയിക്കണം, ഇങ്ങനെ ഒരു ഫ്രിഡ്ജ് ഇറങ്ങിയിട്ടുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ സെയിൽ ബ്രൗഷർ അങ്ങനെയല്ല, ആവശ്യക്കാരെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ്, ഇപ്പം നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്രത്യേക കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ CA കോഴ്സ് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവരെനിക്ക് എന്ത് തരും? ആദ്യം അവരുടെ ബ്രൗഷർ തരും, CA കോഴ്സിൻ്റെ ബ്രൗഷർ അവർ തരും. അതിലെന്തൊക്കെയാണ് ഉണ്ടാവുക? CA കോഴ്സിൻ്റെ ഫീസ്, ആരൊക്കെയാണ് അവിടെ CA കോഴ്സ് പഠിപ്പിക്കുന്നത്, അതായത് അവരുടെ ഫെസിലിറ്റി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫെസിലിറ്റീസ് അതിലുണ്ടാവും. പിന്നെ CA കോഴ്സ് പഠിച്ച് പാസ്സായി ഇറങ്ങിയവരവിടെ ഉണ്ടാവും. പിന്നെ CA കോഴ്സ് പഠിച്ചാലുള്ള മെച്ചങ്ങൾ കാര്യങ്ങൾ അതിലുണ്ടാവും. അതിൻ്റെ ഫീസ് കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. ഓക്കെ, അത് സത്യം പറഞ്ഞാൽ CA കോഴ്സിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. എങ്ങനെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക, അത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണം. ഓക്കെ, അതാണ് സെയിൽ ബ്രൗഷർ. ഞാൻ ആ ബ്രൗഷർ കണ്ടിട്ട് ഇംപ്രസ് ആയിട്ട് ഞാൻ ആ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണം. അതാണ് ആ ബ്രൗഷറിൻ്റെ ഉദ്ദേശം അവിടെ വരുന്നത്. മനസ്സിലായോ? അപ്പം അത്രക്ക് യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അങ്ങനെ ഒരു ബ്രൗഷർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ. മനസ്സിലായോ? അതാണ് ഒരു ബ്രൗഷർ കൊണ്ട് ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മൾ എന്തുണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ട്രാവൽ പാക്കേജസ് ഉണ്ട്, പ്രൊഡക്റ്റ് കാറ്റലോഗ് ഉണ്ട്. ഈ ട്രാവൽ പാക്കേജസ് അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് റിയൽ എസ്റ്റേറ്റും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കാൻ പോവാണ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വില്ല വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ ആ വില്ലൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ബ്രൗഷർ, ആ വില്ലയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, ആ റൂം, ഇപ്പം നിങ്ങൾ എടുക്കാൻ പോകുന്ന ഒരു വില്ലയാണ്, ആ വില്ലയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അവിടെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ള അട്രാക്റ്റീവ് ആയിട്ടൊരു കാര്യം കണ്ടാൽ നിങ്ങൾ അതിൽ ഇംപ്രസ് ആവും. ഓക്കെ, ട്രാവൽ പാക്കേജസ് എല്ലാം അങ്ങനെ തന്നെയാണ്. ഇനി അടുത്താണ് എഡ്യൂക്കേഷണൽ ബ്രൗഷർ എന്ന് പറഞ്ഞത്. എഡ്യൂക്കേഷണൽ ബ്രൗഷർ ഒന്നുമില്ല, നമ്മൾ എന്തിനെങ്കിലും കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യാൻ, ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവയർനെസ് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എഡ്യൂക്കേഷണൽ ബ്രൗഷർ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ, പബ്ലിക് സർവീസ് അനൗൺസ്മെന്റിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അതാണ് ബ്രൗഷറിന്റെ പർപ്പസ്, ഫോക്കസ്, എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു. ഇനി അടുത്തതാണ് എന്തെന്ന് പറഞ്ഞത്, ഡിഫറെന്റ് ഫോർമാറ്റ് ബ്രൗഷർ ഉണ്ട്. ഒന്നാമത്താണ് ബൈഫോൾഡ് ബ്രൗഷർ. ഓക്കെ, പിന്നെ സെഡ് ഫോൾഡ്, അങ്ങനെ കുറച്ച് ഫോൾഡ് ഉണ്ട്. ഞാനത് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബൈഫോൾഡ് ബ്രൗഷർ. ബൈഫോൾഡ് ബ്രൗഷർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ, ഫോൾഡഡ് ഇൻ ഹാഫ് ആൻഡ് കമ്പാക്ട് ആൻഡ് സ്ട്രൈറ്റ് ഫോർവേഡ്, ബെസ്റ്റ് യൂസ്ഡ്, ബിസിനസ് പ്രൊഫൈൽ, പ്രൊഡക്റ്റ്, സർവീസ് ഓവർവ്യൂ. ഞാൻ ആദ്യം അത് കാണിച്ചു തരാം. ഞാൻ എന്ത് ചെയ്യാം, ഇതിൻ്റെ എല്ലാം ടെംപ്ലേറ്റ് ക്യാൻവയിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ് ക്യാൻവയിൽ അവൈലബിൾ ആണ്. ഇതാണ് ഒരു ബൈഫോൾഡ് ബ്രൗഷർ. അതായത് 2 പേജേ ഉണ്ടാവുള്ളൂ, ടോട്ടൽ 4 പാനൽ. അതായത് പേജ് 2 ഉണ്ടാവുള്ളൂ, ഒരു പേജിന്റെ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ. അപ്പൊ ടോട്ടൽ എത്ര പാനൽ ഉണ്ടാവും? ഒരു സൈഡിന് ഒരു പാനൽ, ഒരു പേജിന്റെ ഒരു സൈഡ് ഒരു പാനൽ, അപ്പുറത്തെ സൈഡ് രണ്ടാമത്തെ പാനൽ. അപ്പൊ അത് 2 പേജ് ഉണ്ടാവുള്ളൂ ബൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഈ ബൈഫോൾഡ് ബ്രൗഷർ 2 പേജ് ഉണ്ടാവുള്ളൂ, ടോട്ടൽ 4 പാനൽ ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ്. പിന്നെ ഈ പേജിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഡിപ്പെൻസ് അപ്പോൺ ആണ്, എന്നാലും ഒരു നോർമൽ സൈസ് ഉണ്ട്, ആ സൈസ് ഞാൻ പറയാം. ഓക്കെ, ഇതാണ് ബൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഇത് നോർമൽ കേസിൽ യൂസ് ചെയ്യുന്നത് എന്തിനാ? ബിസിനസ് പ്രൊഫൈല്, പ്രൊഡക്റ്റ്, സർവീസ് ഓവർവ്യൂവിനൊക്കെയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ബൈഫോൾഡ് ബ്രൗഷർ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്താണ് ട്രൈഫോൾഡ് ബ്രൗഷർ. 3 വരുന്നത്. ഓക്കെ, 3 വരുമ്പോൾ അതിന്റെ സൈസിൽ മാറ്റം വരും. കണ്ട, ഇതാണ് എന്തെന്ന് പറയുന്നത്? ട്രൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഇത് ട്രൈഫോൾഡ് ബ്രൗഷർ ആണ്. 1, 2, 3 കണ്ടോ? ഇത് അതിന്റെ ബാക്ക് സൈഡാണ്. ടോട്ടൽ 6 പാനൽ വരും. ഞാൻ അതിന്റെ മോക്കപ്പ് കാണിച്ചു തരാം ട്രൈഫോൾഡ് ബ്രൗഷറിന്റെ.
കണ്ടോ, ഇങ്ങനെയാണത് വരിക. നിങ്ങൾക്ക് കാണുന്നില്ലേ? മോക്കപ്പ് കണ്ടോ, ഇങ്ങനെയാണിത് വരിക. ഓക്കെ, ഇതിനാണ് ഇതെന്ന് പറയാ ട്രൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയാം. 3 പാനലായിട്ട് വരുന്നതിന് ടോട്ടൽ 3 ഫോൾഡ് ആയിട്ട് വരുന്നത് 6 പാനൽ ഉണ്ടാവും. അതിനെയാണ് എന്തെന്ന് പറയാ ട്രൈഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി അടുത്തതാണ് എന്തെന്ന് പറയുന്നത് സെഡ് ഫോൾഡ് ബ്രൗഷർ എന്ന് പറയുന്നത്. സെഡ് ഫോൾഡ് ബ്രൗഷർ എന്ന് പറഞ്ഞാൽ അവിടെ പാനൽ കൊടുത്തിട്ടുണ്ടോ? 6 പാനലാണ് കൊടുത്തിട്ടുള്ളത്. സെഡ് ഫോൾഡ് ബ്രൗഷർ എന്ന് പറഞ്ഞാൽ നമ്മൾ സിഗ്സാക്ക് ആയിട്ട് ഫോൾഡിങ് ലൈക്ക് എ സിഗ്സാക്ക്, ഈസി ടു ഓർഗനൈസ്. ഓക്കെ, ഇത് ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഫോൾഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ബൈഫോൾഡ് എന്ന് പറഞ്ഞാൽ ഫോൾഡഡ് ഇൻ ഹാഫ്, അതായത് 2 ഉണ്ടാവുള്ളൂ. ട്രൈഫോൾഡ് പറഞ്ഞാൽ ഫോൾഡഡ് ഇൻ 3 സെക്ഷൻ, മോർ കണ്ടന്റ് സ്പേസ്. ഓക്കെ, അതെന്തിനാണ് ഉപയോഗിക്കുക? ട്രൈഫോൾഡ് എന്തിനാണ് ഉപയോഗിക്കുക? ഇവന്റ് ഡീറ്റെയിൽസ്, പ്രൊഡക്റ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുക. സെഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ലൈക്ക് സിഗ്സാക്ക്, ഈസി ടു ഓർഗനൈസ് ഇൻഫർമേഷൻ. എന്തിനാണ് ഉപയോഗിക്കുക? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ, ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കൊടുക്കാനാണ് നമ്മൾ സെഡ് ഫോൾഡ് ഉപയോഗിക്കുക. കാരണം അതിൽ 6 പാനൽ ഉണ്ടാവും. ഓക്കെ, സെഡ് ഫോൾഡ് ബ്രൗഷർ എന്തിനാണ് സെഡ് ഫോൾഡ് ബ്രൗഷർ എന്ന് പറയാം? കണ്ടാ, അത് സിഗ്സാക്ക് രീതിയിലായിരിക്കും അതിനെ അറേഞ്ച് ചെയ്ത് വെക്കുക. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ ട്രൈഫോൾഡ് 3 ഉണ്ടാവും. ട്രൈഫോൾഡ് തന്നെ സെഡ് ഫോൾഡും. ട്രൈഫോൾഡ് അറേഞ്ച് ചെയ്യുന്ന രീതി വേറെയാണ്, പക്ഷെ സെഡ് ഫോൾഡ് അറേഞ്ച് ചെയ്യുന്നത് അത് സിഗ്സാക്ക് രീതിയിലാണ് എന്നുള്ള മാത്രമേ ഉള്ളൂ. ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, സിഗ്സാക്ക് രീതിയിലാണ് അതിനെ അറേഞ്ച് ചെയ്യുക. സിഗ്സാക്ക് എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അതാണ് ഈ തപ്പുന്നത്. കണ്ടോ, ഇതാണ് ട്രൈഫോൾഡ്. അതായത് ഈ രീതിയിൽ മടക്കുന്നത്. ഒന്നാമത്തത് ഇങ്ങോട്ട് മടക്കിയിട്ട് പിന്നെ അതിന്റെ മേലെ അങ്ങനെ ഇടുന്നത്. ഇത് ഈ മടക്കുന്നതും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നിടത്ത് വരുന്നതാണ്. ഞാൻ പറയാൻ മറന്ന്, ഈ മടക്കുന്നതും കാര്യങ്ങളൊക്കെ പ്രിന്റ് ചെയ്യുന്നിടത്ത് വരുന്നതാണ്. അതുകൊണ്ട് സെഡ് ഫോൾഡ് ആയാലും അതുപോലെ നമ്മളെ ട്രൈഫോൾഡ് ആയാലും ചെയ്യുന്ന ഒരേ രീതിക്ക് തന്നെയാണ്. പിന്നെ ഡിസൈനിന് കണ്ടിന്യൂവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ ബ്രൗഷർ എന്ന് പറഞ്ഞത് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എല്ലാ ഡിസൈനും. ഞാൻ കാണിച്ചു തരാം. കണ്ടാ, ഇതിനൊരു കണ്ടിന്യൂവേഷൻ കണ്ടോ? ഇതൊരു ബൈഫോൾഡ് ഡിസൈനാണ്, അത് 2 വരുന്നത്. പക്ഷെ ഈ ഒരു പേജിന് ഒരു കണ്ടിന്യൂവേഷൻ കണ്ടോ? കണ്ടോ, ഇവിടെ നിന്നാണ് ഇത് മടക്കുക. പക്ഷെ എന്തുണ്ട്, അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. ആ കണ്ടിന്യൂവേഷൻ ഉണ്ടാവും എല്ലാത്തിനും. ഓക്കെ, അത് സെഡ് ഫോൾഡ് ആണെങ്കിലും ട്രൈഫോൾഡ് ആണെങ്കിലും ബൈഫോൾഡ് ആണെങ്കിലും എന്തുണ്ടാവും? കണ്ടിന്യൂവേഷൻ ഉണ്ടാവും. സെഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ സിഗ്സാക്ക് ആയിട്ട് മടക്കി വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയാ സെഡ് ഫോൾഡ് എന്ന് പറയാം. ട്രൈഫോൾഡ് എന്ന് പറഞ്ഞാൽ സിഗ്സാക്ക് അല്ലാതെ മടക്കുന്നതിനെയാണ് ട്രൈഫോൾഡ് എന്ന് പറയാം. അതെങ്ങനെ വേണമെങ്കിലും നമുക്ക് മടക്കാം, നമ്മുടെ ഇഷ്ടം. ഓക്കെ, രണ്ടും 2 കൊടുത്തു എന്നുള്ളൂ. ഇനി അടുത്തതാണ് ഏതെന്ന് പറഞ്ഞേ ഗേറ്റ് ഫോൾഡ്. ഗേറ്റ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗേറ്റ് തുറക്കുന്ന പോലെ നടുവിൽ കുറച്ച് വലിയൊരു ഫോൾഡർ ആയിരിക്കും, ഒരു ഫോൾഡ് ആയിരിക്കും, 2 ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. ഇത് ഗേറ്റ് തുറക്കുന്നത് പോലെ. ഞാൻ കാണിച്ചു തരാം. ടോട്ടൽ 8 പാനൽ ഉണ്ടാവും ഗേറ്റ് ഫോൾഡിന്. അത് 8 ഉണ്ടാവണം എന്നൊന്നുമില്ല. ചില കേസിൽ അതിന് 8 ഉണ്ടാവും, ചിലതിന് 6 ഉണ്ടാവുള്ളൂ. കണ്ടോ, ഇതാണ് ഗേറ്റ് ഫോൾഡ് എന്ന് പറഞ്ഞത്. ഇവിടെ കുറച്ച് ലെങ്ത് ഉള്ളത് ഉണ്ടാവും, പിന്നെ ഇവിടെ ഒന്നും ഇവിടെ ഒന്നും. അതൊരു ഗേറ്റ് തുറക്കുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനെയാണ് ഗേറ്റ് ഫോൾഡ് ബ്രൗഷർ ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത എന്താ? അക്കൗഡിയൻ ഫോൾഡർ, പിന്നെ ബുക്ക്ലെറ്റും. ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ ബുക്ക് പോലെയുള്ളതിനെയാണ് ബുക്ക്ലെറ്റ് എന്ന് പറയാം. അക്കൗഡിയൻ ഫോൾഡ് ബ്രൗഷർ. അക്കോർഡിയൻ ഫോൾഡ് ബ്രൗഷർ എന്ന് പറഞ്ഞാൽ അതിൽ മൾട്ടിപ്പിൾ, അതിന് നമ്മൾ നേരത്തെ കാണിച്ചു തന്ന സെയിം സാധനം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. അതിൽ 8 പാനൽ ഉണ്ടാവുന്നുള്ളൂ. ഓക്കെ, അക്കോർഡിയൻ ഫോൾഡറിൽ 8 പാനൽ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ ബുക്ക് പോലെ, അതിൽ മൾട്ടിപ്പിൾ. ഇപ്പം ഇതിൽ ബൈഫോൾഡിൽ 2 പാനൽ ഉണ്ടാവുള്ളൂ, 2 പേജ് ഉണ്ടാവുള്ളൂ, 4 പാനൽ ഉണ്ടാവും. ട്രൈഫോൾഡിൽ 3 പേജ് ഉണ്ടാവും, 6 പാനൽ ഉണ്ടാവും. ഗേറ്റ് ഫോൾഡിൽ 3 പേജ് ഉണ്ടാവും, 6 പാനൽ ഉണ്ടാവും. ഗേറ്റ് ഫോൾഡിൽ 4 പേജ് ഉണ്ടാവും, 8 പാനൽ ഉണ്ടാവും. അക്കോർഡിയൻ ഫോൾഡറിൽ 8 പാനൽ ഉണ്ടാവും, അതായത് 4 പേജും 8 പാനൽ ഉണ്ടാവും. ബുക്ക്ലെറ്റിൽ
നമുക്ക് അതൊരു ബുക്കാണ് ശരിക്ക്. ഓക്കെ, പേജ് മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. കാണിച്ചു തരാം. ബുക്ക്ലെറ്റ് ബ്രൗസർ, നോർമൽ ബുക്ക് രീതിക്കുള്ള ബ്രൗസർ കണ്ട, ബുക്ക് രീതിക്കുള്ള ബ്രൗസറിനെയാണ് ബുക്ക്ലെറ്റ് ബ്രൗസർ എന്ന് പറയാം. അപ്പൊ അതിൽ മൾട്ടിപ്പിൾ പേജസ് ഉണ്ടാവും. അതിനൊരു ഫിക്സ്ഡ് പേജിന്റെ റൈറ്റ് ഇല്ല. ഓക്കെ, ഇതിന്റെ യൂസ് കേസ് ബൈഫോൾഡ് നമ്മൾ ബിസിനസ്സിന് യൂസ് ചെയ്യുന്നു, ട്രൈഫോൾഡ് നമ്മൾ ഇവന്റ് ഡീറ്റെയിൽസ് പ്രൊമോഷൻ യൂസ് ചെയ്യുന്നു, സെഡ് ഫോൾഡ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ യൂസ് ചെയ്യുന്നു. പിന്നെ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഉണ്ടാവും. ഗേറ്റ് ഫോൾഡ് നമ്മൾ പ്രീമിയം ഹൈ ക്വാളിറ്റി ഇമ്പാക്ട് ഡിസൈൻ കിട്ടും, ഒരു ഗേറ്റ് ഫോൾഡ് ഡിസൈന്. പിന്നെ അക്കൗഡിയൻ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ട്രാവൽ ബ്രൗസർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് കൊടുക്കാം. ബുക്ക്ലെറ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് കാറ്റലോഗ് കമ്പനി പ്രൊഫൈൽ. ഓക്കെ, അതാണ് പോപ്പുലർ ബ്രൗസർ ടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ. ഇനി അടുത്താണ് റെക്കമെൻഡേഷൻ. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ യൂസ് ബൈഫോൾഡ് ആൻഡ് ട്രൈഫോൾഡ് ഫോർ സിമ്പിൾ പ്രൊമോഷൻ. സിമ്പിൾ പ്രൊമോഷന് ബൈഫോൾഡും ട്രൈഫോൾഡും യൂസ് ചെയ്യുക. യൂസ് ഗേറ്റ് ഫോൾഡ് ആൻഡ് അക്കൗഡിയൻ ഫോൾഡ് ഫോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആൻഡ് ഹൈ എൻഡ് ഡിസൈൻ. ഹൈ എൻഡ് ഡിസൈനിന് ഗേറ്റ് ഫോൾഡും അക്കൗഡിയൻ ഫോൾഡും ഉപയോഗിക്കുക. സിമ്പിൾ പ്രൊമോഷന് ബൈഫോൾഡ് ആൻഡ് ട്രൈഫോൾഡ് ഉപയോഗിക്കുക. ഓക്കെ, ഇനി ബ്രൗസറിന്റെ സൈസ് എന്ന് പറയുന്നത് ബൈഫോൾഡ് 8 ഇഞ്ചസ് ടു 11 ഇഞ്ച്, ട്രൈഫോൾഡ് കൊടുത്തിട്ടുണ്ട്, സെഡ് ഫോൾഡ് കൊടുത്തിട്ടുണ്ട്, ഗേറ്റ് ഫോൾഡ് കൊടുത്തിട്ടുണ്ട്, അക്കൗഡിയൻ ഫോൾഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സെന്റിമീറ്ററിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബെസ്റ്റ് ഫോർ കോർപ്പറേറ്റ് ബിസിനസ് പ്രൊമോഷൻ മാർക്കറ്റിംഗ് ഓരോന്നിൻ്റെയും അതിൻ്റെ യൂസ് എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. അതായത് ട്രൈഫോൾഡ് എന്താ, ട്രൈഫോൾഡിൻ്റെ യൂസ്, ബൈഫോൾഡിൻ്റെ യൂസ് കോർപ്പറേറ്റ് ബിസിനസ് ആണ്, ട്രൈഫോൾഡ് പ്രൊമോഷന് മാർക്കറ്റിംഗ് ആണ്, സെഡ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഗൈഡ് ആണ്, ഗേറ്റ് ഫോൾഡ് എന്ന് പറഞ്ഞാൽ ലക്ഷറി ഡിസൈൻ ആണ്, അക്കൗഡിയൻ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഇൻഫോർമേഷൻ ആൻഡ് ട്രാവൽ ആണ്. ഓക്കെ അല്ലേ. ഓക്കെ, ഇനി അതിൻ്റെ പ്രിപ്പയർ ദ കണ്ടന്റ് ഫ്രണ്ട് കവറിൽ ഐ ക്യാച്ചിങ്, അതായത് അതിൻ്റെ കുറച്ചൊരു സ്ട്രക്ചറാണ് പറയുന്നത്. ഫ്രണ്ട് കവറിൽ ഐ ക്യാച്ചിങ് ഹെഡ്ലൈൻ ആയിരിക്കണം, കമ്പനി നെയിം ലോഗോ വേണം, ഹൈ ക്വാളിറ്റി ഇമേജ് വേണം. പിന്നെ അടുത്തതായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഫ്രണ്ട് പേജ് കഴിഞ്ഞു. പിന്നെ ഇൻട്രൊഡക്ഷൻ. ഓക്കെ, ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ കമ്പനി പ്രൊഡക്റ്റ് സർവീസ്, ഡിഫൈൻ ദ പർപ്പസ്, നമ്മൾ എന്താണ് പർപ്പസ് എന്ന് ഡിഫൈൻ ചെയ്യണം. പിന്നെ മെയിൻ ബോഡിയിൽ ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻക്ലൂഡിങ് ദ സപ്പോർട്ടിങ് ഇമേജ്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ കോൾ ടു ആക്ഷൻ ബട്ടൺ വേണം, എൻകറേജ് റീഡേഴ്സ് ടു ടേക്ക് ആക്ഷൻ, വിസിറ്റ് അവർ വെബ്സൈറ്റ്, കോൾ നൗ ഗെറ്റ് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കോൾ ടു ആക്ഷൻ ബട്ടൺ കൊടുക്കാം. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണം. പിന്നെ ബാക്ക് കവറിൽ കമ്പനി ലോഗോ, ടാഗ് ലൈന്, ഓപ്ഷണൽ ആയിട്ട് QR കോഡ് വേണമെങ്കിൽ കൊടുക്കാം. ഒട്ടുമിക്കതും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് QR കോഡ്. ഓക്കെ, QR കോഡ് എങ്ങനെ ജനറേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് നമുക്ക് അടുത്തതിൽ ചെയ്യാം, QR കോഡ് ജനറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ അല്ലേ. പിന്നെ കുറച്ച് സ്റ്റൈലാണ്, മിനിമലിസ്റ്റ് സ്റ്റൈൽ ഉണ്ട്. ഓക്കെ, മിനിമലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ആൻഡ് ഹൈ എൻഡ് പ്രൊഡക്റ്റിനാണ് മിനിമലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുക. അതായത് അതിനെന്തുണ്ടാവില്ല, ഓവറായിട്ട് സ്റ്റൈൽ കൊടുത്തിട്ട് അത് ബോറാക്കില്ല, പക്കാ മിനിമൽ ആയിരിക്കും മിനിമലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. മിനിമലിസ്റ്റ് സ്റ്റൈലിന് ഇതൊരു മിനിമലിസ്റ്റ് സ്റ്റൈല് ഒരു എക്സാമ്പിൾ ബ്രൗസറാണ്. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു മിനിമൽ സ്റ്റൈലിൽ ക്രിയേറ്റ് ചെയ്തതാണ്. മിനിമലിസ്റ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഓവർ ഡിസൈൻ ഇല്ലാത്ത. പിന്നെ ബോൾഡ് ആൻഡ് കളർഫുൾ, അത് യൂസ് ചെയ്യുന്നത് യൂത്ത് ആൻഡ് ക്രിയേറ്റീവ് ഓഡിയൻസ് ആണ്. അത് എക്സാമ്പിൾ നമ്മളെ ഫാഷൻ ബ്രാൻഡ്, അതിനൊക്കെ നമുക്ക് ബോൾഡ് ഉപയോഗിക്കാം. ഫാഷൻ ബ്രാൻഡ്, സോഷ്യൽ ഇവൻറ്റ്സിനൊക്കെ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ബോൾഡ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ചൂസ് ചെയ്യാം. പിന്നെ പ്രൊഫഷണൽ ഫോർമാറ്റ് നമ്മൾ ഫൈനാൻഷ്യൽ, ഹെൽത്ത് കെയർ, ലോ ഫോംസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനൊരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബ്ലൂ ആൻഡ് ഗ്രേ ടോണിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ലക്ഷറി ആയിട്ട് നമുക്ക് ഹൈ എൻഡ് സർവീസിനും പ്രൊഡക്റ്റിനാണ് നമ്മൾ ലക്ഷറി ഡിസൈൻ നമ്മൾ ചൂസ് ചെയ്യാം. അതിൻ്റെ കളർ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഗോൾഡ്, ഡീപ്പ് ബ്ലൂ, എലഗൻറ്റ് ഫോൺസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം.
ഓക്കെ. പിന്നെ എല്ലാവരും വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, എല്ലാവരും അല്ല, കോമൺ മിസ്റ്റേക്കാണ് എന്തെന്ന് പറയുന്നത്, ഒരു ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓവർ ക്രൗഡിങ്, ടൂ മച്ച് കണ്ടന്റ് മേക്ക് ബ്രൗസർ ഹാർഡ് ടു റീഡ്. അതായത് ഒരുപാട് കണ്ടന്റ് കൊടുക്കും ഒരു ബ്രൗസറിൽ. കണ്ടന്റ് ഒരുപാട് ബ്രൗസറിൽ ഉണ്ടാവും, പക്ഷെ അതെന്താ ആവരുത്, ഓവർ ആവരുത്. ഓക്കെ. ഓവറായ ബ്രൗസർ ബോറാവും. പിന്നെ ഇൻകൺസിസ്റ്റന്റ് ബ്രാൻഡിങ്, ഫോണ്ട്, കളർ, സ്റ്റൈല് ഷുഡ് ബി മാച്ച് ദ ബ്രാൻഡ്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡിന് എന്തുണ്ടാവും, അതിനാണ് ബ്രാൻഡ് ഐഡന്റിറ്റി എന്ന് പറയുക. അപ്പോൾ ഈ ബ്രാൻഡിന് എന്തുണ്ടാവും, ഒരു ഫോണ്ടും ഒരു കളറൊക്കെ ഉണ്ടാവും. ഓക്കെ. ബ്രാൻഡിന് നോർമലി എന്തുണ്ടാവും, പ്രൈമറി കളർ, സെക്കൻഡറി കളർ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രാൻഡിന് കളർ ഉണ്ടാവും. അപ്പോൾ ആ കളറായിട്ട് മാച്ച് ആവണം നമ്മൾ ഉണ്ടാക്കുന്ന ബ്രൗസർ എന്ന് പറയുന്നത്. പിന്നെ അതിലൊരു ഫോണ്ട് ഉണ്ടാവും, ബ്രാൻഡിന് പ്രൈമറി ഫോണ്ട്, സെക്കൻഡറി ഫോണ്ട് എന്ന് പറഞ്ഞ് ഫോണ്ട് ഉണ്ടാവും. ആ ഫൗണ്ടുമായിട്ട് മാച്ച് ആയിരിക്കണം. ആ ഫൗണ്ട് ആയിരിക്കണം നമ്മൾ ഏതിൽ ഉപയോഗിക്കേണ്ടത്, നമ്മളെ ബ്രൗസറിൽ ഉപയോഗിക്കേണ്ടത്. ഇതെല്ലാ കേസിലും ഇല്ല. ഇപ്പം നമുക്ക് ബ്രൗസറിന് ഒരു വർക്ക് വന്നാൽ അത് അവർ പറയും. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കും, നിങ്ങൾക്ക് ഇത്ര ഫോണ്ടും കളറൊക്കെ ഇത് യൂസ് ചെയ്യണം എന്നുണ്ടോ, അങ്ങനെ ഒരു ബ്രാൻഡ് ഐഡന്റിറ്റി വർക്കിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിക്കുക. അങ്ങനെയാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ. അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? ഓക്കെ. ഒരു 90% കേസും നിങ്ങൾക്ക് നോർമൽ ബ്രൗസർ തന്നെ വരുള്ളൂ. ഓക്കെ. പിന്നെ ഈ ബ്രൗസറൊക്കെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ക്ലയൻറ്റിനോട് നല്ലോണം ചോദിക്കണം, എന്താണ് അതിലേക്ക് ചേഞ്ച് അല്ല, എങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, റെഫറൻസ് ചോദിക്കണം, ഫോണ്ട് ചോദിക്കണം, കളർ ചോദിക്കണം, അവരെന്തെങ്കിലും പ്രത്യേക സ്റ്റൈൽ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ ആ സ്റ്റൈൽ ചോദിക്കണം. പിന്നെ അവർ ഏത് ടൈപ്പ് എന്താ പറയുക ബ്രൗസറാണ് ഉദ്ദേശിച്ചത് എന്നുണ്ടെങ്കിൽ അത് ചോദിക്കണം. അത് അവർക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ വേണം ചെയ്യാൻ. കാരണം ബ്രൗസർ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 8 പേജ് ഉണ്ടാവും. ഇപ്പോൾ ഒരു വലിയ ബ്രൗസറാണെന്നുണ്ടെങ്കിൽ 4 പേജ്, ടോട്ടൽ 8 പാനൽ ഉണ്ടാവും. 8 പാനൽ നമ്മൾ റീ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യും. ആ റീ എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കൊരു 5-6 പോസ്റ്റർ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ അത്രയും ക്യാഷ് നമുക്ക് അവിടെ നഷ്ടപ്പെടും. എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്, ആ പോസ്റ്റർ എഡിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം ഉണ്ടല്ലോ, ആ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റർ എഡിറ്റ് ചെയ്താൽ നമുക്ക് ക്യാഷ് കിട്ടൂലേ? കിട്ടും. നമ്മൾ പോസ്റ്റർ എഡിറ്റ് ചെയ്തോ? ഇല്ല. എന്നാൽ നമുക്കത് നഷ്ടപ്പെട്ടും ചെയ്തു. അപ്പോൾ ആ ഒരു പോസ്റ്റർ എഡിറ്റ് ചെയ്യുന്ന ക്യാഷ് നമുക്ക് എന്താ നഷ്ടപ്പെടും. അതിനാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ അതൊക്കെ ക്ലയൻറ്റിനോട് ചോദിച്ച് അറിയണം ആദ്യം ബ്രൗസറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ ടൂ മച്ച് ലോ ക്വാളിറ്റി ഇമേജ് യൂസ് ചെയ്യുക, അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ ടൂ മച്ച് ടെക്സ്റ്റ്, ഒരുപാട് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, അതും ഒരു മിസ്റ്റേക്കാണ്. അങ്ങനെയൊക്കെ ആഡ് ചെയ്താൽ അതിൻ്റെ ഡിസൈന് ഭയങ്കര ബോറാവും. ഇഗ്നോർ ദ ടാർഗറ്റ് ഓഡിയൻസ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ ഓഡിയൻസിൻ്റെ കാര്യം പറഞ്ഞു. പറഞ്ഞാ ഓഡിയൻസിന്റെ ലിസ്റ്റും പർപ്പസും കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യത്തിലല്ലാതെ ഒരു ബ്രൗസർ ഇപ്പോൾ ഒരാൾ തന്നു, ആ ബ്രൗസർ ക്രിയേറ്റ് ചെയ്യുക, ഏതെങ്കിലും ഒരു ഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതെന്താവും, ആ ഒരു ബ്രൗസറിന് ഒരു പ്രൊഫഷണലിസം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെ അവർ ഉദ്ദേശിക്കുന്നത് എന്താണോ അതിൻ്റെ കളറും കാര്യങ്ങളും നോക്കുക, എന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു എന്ത്, പ്രൊമോഷണൽ പോസ്റ്ററാണ്. പ്രൊമോഷണൽ പോസ്റ്റർ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പോസ്റ്റർ അല്ല, ബ്രൗസർ. പ്രൊമോഷണൽ ബ്രൗസർ ഇതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ. ഇവിടെ ഉണ്ടാവും ഇവിടെ മിനിമലിസ്റ്റ് ഡിസൈൻ, കോർപ്പറേറ്റ് ഹൈ എൻഡ് പ്രൊഡക്റ്റിന് നമ്മൾ യൂസ് ചെയ്യും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ബോൾഡ് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുക, ഫാഷൻ ബ്രാൻഡിനും കാര്യങ്ങളാണ് യൂസ് ചെയ്യുക. ഓക്കെ. പിന്നെ ഇതെന്താ വെച്ചാൽ ഇഗ്നോറിങ് ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഒരു ഹെൽത്ത് കെയറിന് ഉണ്ടാക്കുന്ന ഡിസൈനിൽ നിങ്ങളൊരു കോളേജിന് ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവും. ഒരു ഹെൽത്ത് കെയറിന് ഉണ്ടാക്കുന്ന ബ്രൗസർ ഡിസൈനിൽ നിങ്ങളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഉണ്ടാക്കിയിട്ട് കാര്യം ഉണ്ടാവും? ഇല്ല. ഹെൽത്ത് കെയർ ഉള്ളത് ഹെൽത്ത് കെയറിനും എഡ്യൂക്കേഷൻ ഉള്ളത് എഡ്യൂക്കേഷനും, അത് രണ്ടും രണ്ട് ഡിസൈൻ അല്ലേ? അതാണ്, അത് മാറരുത്. ഓക്കെ. അപ്പോൾ നമ്മൾ നിങ്ങളൊരു ഡിസൈൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം അവരുടെ ഓഡിയൻസ് ആരാന്ന് നോക്കുക, എന്നിട്ട് ആ ഓഡിയൻസ് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ബ്രൗസർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷണൽ ബ്രൗസറിന് സെർച്ച് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ എടുത്ത് നോക്കുക എങ്ങനെയാണ് എഡ്യൂക്കേഷണൽ ബ്രൗസറിൻ്റെ ഒരു കിടപ്പ് വശം, എങ്ങനെയാണ് ഡിസൈൻ ആയിട്ട കാര്യങ്ങൾ പറഞ്ഞാൽ, ഞാൻ മറ്റേ ട്രൈഫോൾഡ് ബൈഫോൾഡ് എന്നുള്ള കാര്യങ്ങളല്ല, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷണൽ ബ്രൗസറിൻ്റെ ഡിസൈൻ, എങ്ങനെയാണ് ഒരു എഡ്യൂക്കേഷണൽ ബ്രൗസർ വരുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു സ്റ്റൈലിൽ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി അത്രയുള്ള ബ്രൗസറിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇനി പറയാനുള്ളത്, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് എവിടെ അവൈലബിൾ ആണ്, ടെംപ്ലേറ്റിൽ അവൈലബിൾ ആണ്. എല്ലാ ബ്രൗസറും നമുക്ക് എന്തിൽ അവൈലബിൾ ആണ്, ടെംപ്ലേറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാം ബ്രൗസറിനൊക്കെ. ഓക്കെ. അപ്പോൾ ഞാനിവിടെ ആകെ അവൈലബിൾ അല്ലാത്ത എന്താ അറിയോ, ഇതിൽ ഗേറ്റ് ഫോൾഡ് ബ്രൗസർ, ഗേറ്റ് ഫോൾഡ് ഇതിലുണ്ട് തോന്നുന്നുണ്ട്.
ഗേറ്റ് ഫോൾഡ് ഇതിലില്ല. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സെർച്ച് ചെയ്ത് നോക്കാം. ഗേറ്റ് ഫോൾഡ് ബ്രൗസർ ഇതിലില്ല. ബാക്കിയുള്ള എല്ലാ ബ്രൗസറും എന്തുണ്ട്, ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, കണ്ട, ജസ്റ്റ് ഇവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ക്ലയന്റ് ഏത് ബ്രൗസറാണോ പറയുന്നത്, ട്രൈഫോൾഡ് ആണോ ബൈഫോൾഡ് ആണോ, ഏത് ഫോൾഡ് ആണോ പറയുന്നത്, ആ ഫോൾഡ് ഇവിടെ സെർച്ച് ചെയ്യുക. ഇനി എന്തിനെ പറ്റിയാണോ പറയുന്നത്, ഇപ്പൊ എഡ്യൂക്കേഷണൽ ട്രൈഫോൾഡ് ബ്രൗസർ സെർച്ച് ചെയ്ത് എന്ത് കിട്ടും, നമുക്ക് എഡ്യൂക്കേഷണലിൻ്റെ കിട്ടും. ഇവിടെ മെഡിക്കൽ ഉണ്ട്. എഡ്യൂക്കേഷണലിൻ്റെ സ്പെല്ലിംഗ് അറിയും. ഓക്കെ, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ട്രൈഫോൾഡ് ബ്രൗസർ എന്ന് അടിച്ചിട്ട് നമുക്ക് കിട്ടുന്നില്ല. ജസ്റ്റ് എഡ്യൂക്കേഷണൽ ബ്രൗസർ എന്ന് മാത്രം സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടാ, ഇപ്പോൾ എഡ്യൂക്കേഷണൽ ഇതെല്ലാം ട്രൈഫോൾഡ് അല്ലേ, 3 വരുന്നത്. ഇപ്പോൾ എഡ്യൂക്കേഷണൽ ബ്രൗസർ എന്ന് അടിച്ചപ്പോൾ 3 വന്ന് 3 ഉള്ള ട്രൈഫോൾഡ് ഉണ്ട്. ഓക്കെ, എല്ലാ ബ്രൗസറും എന്തുണ്ട് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് എഡിറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ കളറും അതിലുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ മാറ്റുക. ഒരിക്കലും നിങ്ങൾ ചെയ്തത് ടെംപ്ലേറ്റ് ആണെന്ന് ക്ലയൻറ്റിന് തോന്നരുത്. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളേതായിട്ടുള്ള ചേഞ്ചസ് ഇതിൽ വരുത്തുക. അധികം നമ്മളെ ഉദ്ദേശം എന്താ, നമ്മൾ അധികം ഓവറായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണ്ടെന്നല്ല, പക്ഷേ ഹാർഡ് വർക്കിനെ സ്മാർട്ടാക്കി ചെയ്യുന്നതിനെയാണ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 16 പേജും അല്ലെങ്കിൽ 8 പേജും നിങ്ങൾക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. ചെയ്യാം, കുഴപ്പമില്ല, ഹാർഡ് വർക്ക് ചെയ്യാം. ഇനി അതല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ആ ടെംപ്ലേറ്റിന് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടും ചെയ്യാം. അപ്പം നിങ്ങൾ 8 പേജ് ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം ഒരു 4 മണിക്കൂർ, ഒരു 5 മണിക്കൂർ നിങ്ങളൊരു 8 പേജ് ബ്രൗസർ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ കംപ്ലീറ്റ് ആക്കി ക്ലയൻറ്റിന് അയച്ചു കൊടുക്കാൻ നിങ്ങൾ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 5 മണിക്കൂർ. ഇനി നിങ്ങളൊരു ബ്രൗസർ, ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് ആ ടെംപ്ലേറ്റിനെ ക്ലയൻറ്റ് ഉദ്ദേശിച്ച മാതിരി കൺവേർട്ട് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂർ. ഇതിൽ ആദ്യം പറഞ്ഞ 5 മണിക്കൂർ ഹാർഡ് വർക്കും പിന്നീട് പറഞ്ഞ 2 മണിക്കൂർ സ്മാർട്ട് വർക്കുമാണ്. അതാണ് മാറ്റം. അത് ബ്രൗസറിൻ്റെ കേസിൽ മാത്രമല്ല, എല്ലാ കേസിലും ഞാനൊരു ഓവറോൾ കേസിൽ പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുക. എപ്പോഴും നമ്മൾ സ്മാർട്ടായിട്ട് ചിന്തിക്കുക. ഏതാണ് എളുപ്പ വഴി, ആ വഴി നമ്മൾ ചൂസ് ചെയ്യുക. പക്ഷേ എളുപ്പ വഴി എന്ന് പറയുമ്പോൾ പക്കായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്രേ ഉള്ളൂ, നമ്മുടെ ക്ലയൻറ്റും ഹാപ്പി ആവണം, നമ്മളും ഹാപ്പി ആവണം, ചെയ്യുന്ന ആളും നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ആളും ഹാപ്പി ആവണം. ഓക്കെ, നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല, ക്ലയൻറ്റിന് ഹാപ്പി ആവണം, അത് യൂസ്ഫുൾ ആവണം. ഓക്കെ, ക്ലയൻറ്റിന് അത് യൂസ്ഫുൾ ആവണം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നൊരു ക്ലയൻറ്റ് ഉണ്ടായിരുന്നു, ഞാൻ അവർക്കൊരു റീൽ എഡിറ്റ് ചെയ്ത് കൊടുത്തു. ആ റീൽ കൊണ്ട് പിന്നെ അവർക്കൊരു യൂസ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ആ റീൽ എഡിറ്റ് ചെയ്യാൻ ഏകദേശം എനിക്ക് 2 ദിവസം എടുത്തു. അതിനുള്ള പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് എനിക്ക് അതിനുള്ള പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ആ റീൽ എഡിറ്റിങ്ങിന്. ഓക്കെ, അവർ വിളിച്ചിട്ട് പറഞ്ഞു, ആ റീൽ ഇപ്പോൾ നമുക്ക്, അതായത് അവരൊരു നടുവ് നിൽക്കുന്ന ആളാണ്, മിഡ്മാനാണ്. അപ്പോൾ അതായത് ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഞാൻ റീൽ എഡിറ്റ് ചെയ്ത് കൊടുത്ത് നടുവ് നിൽക്കുന്ന ആൾക്കാണ്. അപ്പോൾ അവർ കമ്പനിക്ക് കൊടുത്തപ്പോൾ കമ്പനി എന്ത് ചെയ്തു, ഈ റീൽ റിജക്റ്റ് ചെയ്തു. എനിക്ക് പേയ്മെൻറ്റ് ചെയ്തത് ഈ നടുവ് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അവർക്ക് ആ പേയ്മെൻറ്റ് കൊണ്ട് അവരെ ക്യാഷ് പോയി, മനസ്സിലായോ? ഇനി ഞാൻ അയച്ചെങ്ങനെ റീൽ എഡിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കത് വെറുത്താവില്ല, മനസ്സിലായോ? എന്നാൽ അവർക്ക് ആ റീൽ കൊണ്ട് ഉപകാരം ഉണ്ടായതുമില്ല. അപ്പോൾ അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്ക് ആ റീൽ ഉപയോഗിക്കാൻ പറ്റില്ല, നമുക്കിങ്ങനെ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് നമുക്ക് മനസ്സിലാവണം കേട്ടോ, അത് ജെനുവിനാണ്. നമുക്ക് ചിലവരെ സംസാരം കേട്ടാൽ മനസ്സിലാവില്ല. പറ്റിക്കാൻ വന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ പറ്റിച്ചിട്ട് പോകും. ഇല്ല, നമുക്ക് ജെനുവിനാണ്, നമുക്ക് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, എനിക്ക് സംസാരം കേട്ടപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് വർക്ക് തരുന്ന ടീം തന്നെയാണ്. അപ്പോൾ എനിക്കവർ അത് ജെനുവിനാണെന്ന് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്തു, ഇനി റീൽ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം റീൽ എഡിറ്റ് ചെയ്യാൻ അത്യാവശ്യം സമയം എടുക്കും. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 10 പോസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ഒരു പോസ്റ്ററിന് 400 രൂപയാണ്. എനിക്ക് ആ റീലിന് തന്നത് 4000 റുപ്പീസ് ആയിരുന്നു. കാരണം ആ റീൽ അത്യാവശ്യം റീൽ ഉണ്ടാക്കിയതാണ്, ഷൂട്ട് ചെയ്തതല്ല, റീൽ ഉണ്ടാക്കിയതാണ്. 3D ആനിമേഷനൊക്കെ യൂസ് ചെയ്തിട്ട് റീൽ നമ്മൾ ജനറേറ്റ് ചെയ്തതാണ്. ഓക്കെ, ട്രെൻഡിനനുസരിച്ച് ജനറേറ്റ് ചെയ്തതാണ്. എനിക്ക് അതിന് കിട്ടിയത് 4000 റുപ്പീസ് ആയിരുന്നു. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനൊരു കോമ്പൻസേഷൻ ആയിട്ട് അവർക്ക് എന്ത് ചെയ്തു, 10 പോസ്റ്റർ ചെയ്ത് കൊടുത്തു. ഒരു പോസ്റ്റർ ഞാൻ ചെയ്യുന്ന 400 രൂപയാണ് ഒരു പോസ്റ്ററിന്. 10 പോസ്റ്റർ ഞാൻ അവർക്ക് ആ 4000 റൗണ്ട് ആക്കിയിട്ട് കൊടുത്തു.
പോസ്റ്റർ ചെയ്യാൻ എന്താ, ഞാൻ ടെംപ്ലേറ്റാണ് യൂസ് ചെയ്തത്. ഞാൻ ടെംപ്ലേറ്റിൽ ഞാൻ അധികം വർക്ക് എടുത്തിട്ടില്ല. ഞാൻ ടെംപ്ലേറ്റിൽ എൻ്റേതായിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ടാണ് ഞാൻ കൊടുത്തത്. ഓക്കെ, അവിടെ നമ്മളെ കസ്റ്റമറും ഹാപ്പിയായി, നമ്മുടെ ക്ലയൻറ്റും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. ഇനി അവർക്ക് നമ്മളുടെ ഒരു വിശ്വാസം വന്നു. ഇനി അവരുടെ വർക്കൊക്കെ നമുക്ക് തന്നെ വരുള്ളൂ. ഇപ്പോൾ അവരുടെ എല്ലാ വർക്കും ഞാൻ തന്നെയാണ് ചെയ്യൽ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എല്ലാവരും ഹാപ്പിയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് പറയാനുള്ള എന്താ, ബ്രൗഷറിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ബ്രൗഷർ ഒന്ന് ചെയ്ത്, ഒരു ബ്രൗഷർ നമുക്കിതിൽ ഏതെങ്കിലും ഒരു ഫോൾഡ് ബ്രൗഷർ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യാം.